അതിജീവനത്തിന്റെ മാതൃകയാവുകയാണ് ചൂരൽമലയിൽ നിന്നുള്ള ബെയ്ലി സംരംഭം. ബെയ്ലി എ പ്രൊഡക്റ്റ് ഫ്രം ചൂരൽമല എന്ന സംരംഭത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട 30 വനിതകളാണ് ജോലി ചെയ്യുന്നത്. സ്ഥിര വരുമാനത്തിനൊപ്പം പ്രിയപ്പെട്ടവരുടെ കൂടെ ജോലി ചെയ്യുന്നു എന്നുള്ള സന്തോഷവും ഇവർക്ക് ഇരട്ടി മധുരം നൽകുകയാണ്. മെയിനായിട്ട് ഞങ്ങൾ എല്ലാവരും അത്ര നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ ടീമുകളാണ് ഈ ചൂരൽമലയിലുള്ളവർ. അപ്പോൾ ഈ ഉരുൾപൊട്ടലിന് ശേഷം പലരും പല സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും നമുക്കറിയുന്നവർ തന്നെയാണ്, കൂടെ ഒപ്പം നിൽക്കുന്നവർ തന്നെയാണ്. എന്ത് കാര്യത്തിനും നമ്മളെ ഒപ്പം സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും. ഒറ്റ രാത്രിയിൽ ഇല്ലാതായ ജീവിതം തിരിച്ചുപിടിക്കുന്ന തിരക്കിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. ഉരുൾപൊട്ടലിൽ കിടപ്പാടം വിട്ട് ഓടിയപ്പോൾ നഷ്ടമായത് സ്വന്തം വീട് മാത്രമല്ല, ഉപജീവന മാർഗം കൂടിയാണ്. തോൽക്കാൻ മനസ്സില്ലെന്ന നിശ്ചയദാർഢ്യമാണ് ബെയ്ലി എ പ്രൊഡക്റ്റ് ഫ്രം ചൂരൽമല എന്ന സംരംഭത്തിന് പിന്നിൽ. ലേഡീസ് ബാഗ്, ട്രാവലർ ബാഗ്, ഷോർട്ട് ബാഗ് തുടങ്ങിയവ തുണിയിലും പേപ്പറിലും നിർമ്മിച്ചാണ് വിൽപ്പന. എല്ലാവരും ഈ ഉരുൾപൊട്ടലിന് ശേഷം പല ദിക്കിലായിപ്പോയി. അതിനുശേഷം ഒന്നും ഒരു അതിജീവനം ആവശ്യമാണല്ലോ. അപ്പോൾ വീട്ടിലിരുന്ന് തയ്ക്കാൻ അറിയുന്നവരാണ് ഏകദേശം എല്ലാവരും. അപ്പോൾ അവരൊക്കെ ചേർത്ത് നിർത്തിയിട്ട് ഒരു സംരംഭമായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും എല്ലാവരും പരസ്പരം കാണുകയും അവർക്കൊരു വരുമാനം വീടുകളിൽ എത്തുകയും ചെയ്യുന്നുള്ളൊരു ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. റിപ്പൺ, മാനിവയൽ, ചൂരൽമല എന്നിവിടങ്ങളിൽ 3 യൂണിറ്റുകളിലായാണ് പ്രവർത്തനം. തയ്യൽ അറിയാത്തവർക്ക് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകി. തയ്യൽ പരിചയമുള്ളവർക്ക് ബാഗ് നിർമ്മാണത്തിനാവശ്യമായ പരിശീലനവും ഉറപ്പാക്കി. ശരിക്കും എല്ലാവരും തയ്യൽ അറിയുന്ന ആൾക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതുകൊണ്ട് ഒരുവിധമൊക്കെ ആയി നമുക്ക് ചെയ്യാനൊക്കെ കുഴപ്പമില്ലാണ്ട് എല്ലാവരും ചെയ്തു പോകുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ എല്ലാവരും ക്ലിയർ ആയിട്ട് ചെയ്യും. ഇപ്പോൾ 8-ാം തീയതി ആകുമ്പോഴത്തേനും 750 ബാഗുകൾ ഞങ്ങൾ കൊടുക്കണം. അതാണ് ഇപ്പോൾ ഇത്ര ധൃതിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്കെ വീട്ടമ്മമാർ എല്ലാം മുണ്ടക്കൈ ചൂരൽമല എല്ലാവരും ഒക്കെ വീടും സ്ഥലവും എല്ലാവരും പോയ ആൾക്കാർക്ക്. സംരംഭത്തിന് ബെയ്ലി എന്ന പേര് ജില്ലാ കളക്ടർ DR മേഘശ്രീയാണ് നിർദ്ദേശിച്ചത്. ബെയ്ലി എന്നത് ഇവർക്ക് അതിജീവനത്തിന്റെ പ്രതീകം കൂടിയാണ്. ബെയ്ലി ഈ ഒരു ഇതിൻ്റെ ഷേപ്പ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇത് കാണിക്കുന്ന ഈ ആർച്ച് പോലെ കാണിക്കുന്ന ആ പാലത്തിൻ്റെ ഒരു കൈവരിയാണ്. പിന്നെ ഇത് കാണിക്കുന്ന ഒരു തുരുത്താണ്. ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുന്നത് പുഴയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബാഗിൻ്റെ ഷേപ്പാണുള്ളത്. പിന്നെ നമ്മൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകിയ ഒരു പാലം കൂടിയാണ്. മുണ്ടക്കൈ ഉള്ളവർക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയത് ആ ഒരു പാലം ഉള്ളത് കൊണ്ട് കൂടിയാണ്. നമ്മളെ ജീവനൊക്കെ രക്ഷിച്ചെന്ന ആർമിയോടുള്ള ഒരു റെസ്പെക്റ്റും കൂടിയാണ് ഈ ബെയ്ലി എന്നുള്ള പേരിടാൻ കാരണം. പുനരധിവാസം വൈകുന്നുവെന്ന് പരാതി ഉയരുമ്പോഴും സന്നദ്ധ സംഘടനകൾ നൽകുന്ന പിന്തുണയാണ് ഇത്തരം സംരംഭങ്ങൾക്ക് കരുത്താകുന്നത്. ഈ സംരംഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദുരന്തത്തിന് ശേഷം ജില്ലാ ഭരണകൂടവും സന്നദ്ധ സംഘടനകളും എല്ലാവരും സംയോജിപ്പിച്ച് നടത്തുന്ന ആദ്യത്തെ സംരംഭമാണ്. ആദ്യമായിട്ടാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ, കുടുംബശ്രീയുടെ, അതേപോലെ സന്നദ്ധ സംഘടനകളൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് ഒരു സംരംഭം നടക്കുന്നത്. ഇതിൽ ചക്കാലക്കൽ സ്കൂള്, കോഴിക്കോട് മടവൂരുള്ള സ്കൂള്, അതേപോലെ തന്നെ തൊടുപുഴയുള്ള ഇമാം കൗൺസിൽ, പിന്നെ ജമിയത്തുൽ ഉലമ പോലത്തെ സംഘടനകളൊക്കെ തന്നെ വലിയ സപ്പോർട്ട് ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ടവരുടെ അതിജീവനമാണ് ഈ സംരംഭം. ഓരോ തയ്യൽ മെഷീനിലും ഓരോ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് വളരുന്നത്. ക്യാമറമാൻ റിൻഡുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.